ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങാപ്പാലും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി കളയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗത്തുള്ള കറുത്ത ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ക്യാരറ്റ് ഒന്ന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടും കേട്ടോ. ക്യാരറ്റ് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം അരയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ഇവിടെ ഇവിടെയും കടിക്കാനുള്ള ഒരു പരുവത്തിൽ ഒന്ന് അടിഞ്ഞ് കിട്ടിയാൽ മതി. നല്ലോണം അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ആണ് കേട്ടോ. തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ഇതേപോലെ ഒന്ന് കൊത്തിയിട്ടിട്ട് പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങ ആണ് എടുത്തത്. ഇനി ഇത് പാലെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്ര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി നമുക്ക് ഉരുക്കിയെടുക്കണം. ഞാനിപ്പം ഇവിടെ 4 അച്ച് ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ശർക്കര എടുക്കുക. ഇതിപ്പം പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉരുക്കാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ക്യാരറ്റാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു കളറൊന്ന് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ക്രഷ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ കല്ലില്ലാത്തതിനെ കൊണ്ട് അരിച്ച് ചേർക്കും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ശർക്കരപ്പാനിയും അതുപോലെ തന്നെ ക്യാരറ്റും നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ. ശർക്കരപ്പാനിൻ്റെ അടുത്ത് കിടന്നിട്ട് ആ ഒരു ക്യാരറ്റ് നല്ലോണം വെന്തിട്ട് ഒന്ന് വരണം കേട്ടോ. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് അവിടുന്ന് ഒന്ന് വെന്ത് വന്നോട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ ക്യാരറ്റും അതുപോലെ തന്നെ ശർക്കരപ്പാനിയും കൂടി വെന്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം വറ്റേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വെള്ളത്തോടെ നിന്നോട്ടെ. എന്നാലും അത്യാവശ്യം ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ മൂപ്പിക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ തന്നെ പച്ചവടയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് നല്ലോണം വെന്ത് വന്നോട്ടെ കേട്ടോ. ആ ഒരു നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് കുറച്ച് കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് കൂവപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 3 ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഇത് അടിയിലൊന്നും ഊറി നിൽക്കരുത്. നല്ലോണം മിക്സാക്കി കൊടുക്കുക. കട്ടയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ മിക്സാക്കി കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ അകത്ത്. ഇനി തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ തേങ്ങാക്കൊത്തൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് ഇപ്പം അത്യാവശ്യം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ.
അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ വിരകി എടുക്കാം. ഇത് അത്യാവശ്യം ഒരു 10 മിനിറ്റ് കൈവെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം എന്നില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ തന്നെ നമ്മളെ ഈ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ കഴിക്കേണ്ടി വരാന്ന് വെച്ചാൽ ഇതുപോലെ കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് തന്നെ. നമ്മൾ ഇതിൽ വേറെ നെയ്യും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇട്ടിട്ട് വരുന്നത്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ആ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. അതുവരെ ഒന്ന് വിരകി കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇതേപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വിരകി എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇതിനിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കി വെച്ചതാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ സെറ്റാക്കിയിട്ട് പിറ്റേന്ന് മുറിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ അടിപൊളി. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആണ് കിട്ടിയത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റും. നല്ല ഹൽവ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുവ വരകിയത് എന്നാണ് കേട്ടോ നമ്മളിവിടെ പറയുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ പിറ്റേന്ന് ഇതേപോലെ നമ്മളൊരു ബോളിലാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്താൽ മതി. ഇത് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഹൽവയൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുവപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ അടുത്ത പുതിയ ഇതേപോലത്തെ വീഡിയോ കാണാം.